എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പ് തുറക്കുമ്പോഴും പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. നോമ്പ് നോറ്റ ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ മാറാൻ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. വേറെ ചായക്കടീൻ്റെ ആവശ്യമൊന്നുമില്ല. വയറ് ഫുള്ളായിക്കോളും. അത്രയും നല്ലൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്. പിന്നെ പാർട്ടികളിലൊക്കെ തിളങ്ങാനും കൂടെ പറ്റിയ നല്ലൊരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബദാം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് ബദാം ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് നമുക്കതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിതാ ഒരു ബൗളിൽ 10 ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം എടുക്കുക. ഇനി അതിലേക്ക് ഒരു കപ്പോളം പാലൊഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂണോളം ബ്ലാക്ക് കസ്കസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അത് കുതിർന്ന് നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പോളം പാലും കൂടെ ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുതിർത്തി വെച്ച ബദാം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 30-35 ബദാം ഉണ്ടാവും ഇത്. പിന്നെ നമ്മൾ കുതിരാനായിട്ട് വെച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ, പാലെല്ലാം ഒഴിച്ച് വെച്ചത്, അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു ഡ്രിങ്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1.5 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പാലൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പാലെല്ലാം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു അരപ്പുണ്ടല്ലോ, ഈത്തപ്പഴവും ബദാമൊക്കെ അരച്ചെടുത്തത്, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലൊരു 10 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാല് തിളച്ച് മറിയും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത ആ ഒരു മിക്സെല്ലാം ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ഇതിൽ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചേർത്ത് കൊടുത്തിന്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, പാലെല്ലാം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചത്, അത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് തിക്കായി പോകും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവർ ഉള്ളതാണെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണ്ട. അത് മിക്സ് ആക്കിയത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1 മിനിറ്റോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് ആ ഒരു മിക്സ് ചേർത്തിട്ട് 1 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് തിളപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ട് 1 മിനിറ്റോളം ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചൂട് പോകാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂട് പോയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കൊക്കെ ആണെങ്കിൽ, നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ രാവിലെ ഇത് റെഡിയാക്കി വെച്ചാൽ മതി. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തണുപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്ത സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും പിന്നെ നമ്മൾ കുതിരാനായിട്ട് വെച്ച ആ ഒരു
കസ്കസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടേനു. കസ്കസ് ചേർത്തതും ബദാം സ്ലൈസ് ചെയ്തത് ചേർത്തതും ഇതിൽ കിട്ടിയിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിതിലേക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഓൾറെഡി നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് റെഡിയാക്കിയാൽ മതി. പാലിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കുക. നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് റെസിപ്പിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.